Hearty welcome to my English class. Today I am going to take you to some difficult portions. It would be something boring for you, but it is the basis of English. But it's very necessary. Those who wanted to study English and get all the skills, learning, speaking, reading, and writing, you will have to study the base form. Without English grammar, nobody can speak fluent English and write good English. So you should follow these items and study well. And if you find this class very useful and effective for you, you should share it with your friends and help them and let them subscribe my channel. And if you find it very useful, you should just press the all icon. Then you can get all notifications and you can study better. So let us go to today's class. Today I am going to take a class about the sequence of tense. What do you mean by sequence of tense? It is a foundation of English. Without sequence, nobody can write sentence. Before that, we should know what is a sentence. What is a sentence? Sentence is a group of words having കംപ്ലീറ്റ് മീനിങ് അല്ലേ, പൂർണ്ണമർത്ഥമുള്ള വാക്കുകളുടെ ഒരു കൂട്ടം. വെറുതെ ഒരു സെൻറ്റൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും പോയി അവൻ. എവിടെ പോയി? ഹി വെൻറ്റ്. ഇംഗ്ലീഷിലാണ് അതിൻ്റെ വേർഡ് ഓർഡർ ഉണ്ട്. ഇന്നലെ പഠിച്ചു വേർഡ് ഓർഡർ. വേർഡ് ഓർഡർ വളരെ അടിസ്ഥാനമാണ്. നിങ്ങളത് ഒന്നുകൂടെ പുറകോട്ട് തിരിഞ്ഞ് നോക്കണം. ഞാൻ ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, 32 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതിലെ ബേസുകളെല്ലാം കുറേശ്ശെ എല്ലാവരും നോക്കി പഠിക്കണം. സോ വാട്ട് ഡു യു മീൻ ബൈ sequence? Okay, a sentence can contain a main clause and one or more subordinate clauses. എന്താ, ഒരു സെൻറ്റൻസിനകത്ത് ചിലപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിൽ കൂടുതൽ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കാം. ഇത് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഒരു ഉദാഹരണം പറയുക. ഒരു സിമ്പിളായ സെൻറ്റൻസ് ഉണ്ട്, സിമ്പിൾ സെൻറ്റൻസ്. നമ്മൾ എപ്പോഴും സിമ്പിൾ അല്ല അല്ലേ. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് ഗോൺ. അവിടെ എന്തുണ്ട്? അവിടെ ഒരു മെയിൻ ക്ലോസ് ഉണ്ട് അല്ലേ, ഹീ സെഡ്. പിന്നെ ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. എന്താണ്? ദാറ്റ് ഹീ ഹാഡ് ഗോൺ. അവൻ പോയി കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു മെയിൻ ക്ലോസ് ഉണ്ട്. എന്താ മെയിൻ ക്ലോസ്? എന്താ? അത് പൂർണ്ണ അർത്ഥമുള്ള ഒരു സെൻറ്റൻസാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു സബോർഡിനേറ്റ് എന്ന അതുമായിട്ട് ചേർക്കുന്നതാണ്. അത് മെയിൻ ക്ലോസിനോട് ചേരുമ്പോഴാണ് സബോർഡിനേറ്റ് ക്ലോസിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. സബോർഡിനേറ്റ് ക്ലോസിന് മെയിൻ ക്ലോസ് പോലെ തന്നെ സബ്ജക്റ്റും വെർബും ഒക്കെ ഉണ്ട്. പക്ഷേ അർത്ഥം പൂർണ്ണമാണെങ്കിൽ എന്ത് വേണം? മെയിൻ ക്ലോസുമായിട്ട് ചേരണം. ഉദാഹരണം നമുക്ക് നോക്കാം. നോക്കിയേ. എ സബോർഡിനേറ്റ് ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കണ്ടെയ്നിങ് എ സബ്ജക്റ്റ് ആൻഡ് എ വെർബ് ആൻഡ് ഫോമിങ് എ പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. എന്താ ഈ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വെച്ചാൽ മെയിൻ ക്ലോസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ അതിന് സബ്ജക്റ്റും വെർബും ഒക്കെ ഉണ്ട് അല്ലേ. ഹീ സെഡ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട് അല്ലേ. എന്താ പറയുന്നത്? ഹീ സെഡ്. ബാക്കി ഭാഗമാണ്. യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പ്രസൻറ്റ് ഐഡിയ പറയാം. അതുപോലെ ഞാൻ ഇനിയും തുടർന്ന ക്ലാസ്സുകളിൽ പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ പഠിക്കുമ്പോൾ ടെൻസ് പൂർണ്ണമായിട്ടും പഠിച്ചിരിക്കണം. മെനി ഓഫ് യു മേക്ക് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് ആൻഡ് മിസ്റ്റേക്സ്. സോ യു ഷുഡ് ജസ്റ്റ് റെഫർ ടു ദ ബാക്ക് ആൻഡ് സ്റ്റഡി ദോസ് പോർഷൻസ്. ഡോണ്ട് തിങ്ക് ദാറ്റ് യു ഹാവ് സ്റ്റഡിഡ് എവറിഥിങ്. ജസ്റ്റ് സ്റ്റഡി the base form, then only you can follow what is going to follow, or what you are going to study. Okay, right? നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. We knew that the dam was unsafe. അതെന്താ? നമുക്കറിയാം ഡാം അപകടാവസ്ഥയിലാവുന്നു. ഉണ്ടോ? People are afraid that it will collapse one day. Collapse, you should find and write the meaning in the comment box. Collapse. Okay. This is the dam that was built 100 years ago. Can you name the dam? You should write at least 3 sentences, or you can write more about the safety of the dam and about the dam. My dear students, I am living very near to the area. For the past 3 years, our city was submerged in water. This is a problem. It can affect to
the nearby areas, Ernakulam. So pray that it will not break. But we are living in a volcanic situation. Pray that everyone will get clear notions and good ideas about it. Okay. So അടുത്ത റൂൾ എന്നാൽ സീക്വൻസിൻ്റെ റൂൾസ് നമുക്ക് നോക്കാം. വി ഷൽ സ്റ്റഡി ദ സീക്വൻസ് ഓഫ് ടെൻസ് റൂൾ. ഒത്തിരി റൂളൊന്നുമില്ല. വെൻ ദ മെയിൻ വെർബ് ഓഫ് എ സെൻറ്റൻസ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്, വെർബ്സ് ടു സബോർഡിനേറ്റ് ക്ലോസസ് മസ്റ്റ് ബി ഇൻ എ പാസ്റ്റ് ടെൻസ്. വെരി സിമ്പിളാണ്. മെയിൻ വെർബ് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ, മെയിൻ ക്ലോസിലെ മെയിൻ വെർബ് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസിലെ ടെൻസുകളും ഇതായിരിക്കണം, പാസ്റ്റ് ടെൻസിലായിരിക്കണം. പലപ്പോഴും പലരും തെറ്റിക്കുന്നുണ്ട്. ചുമ്മാ വെറുതെ കളം പുളൻ എഴുതി വെച്ചാൽ സെൻറ്റൻസുകൾ തെറ്റാണ്. അങ്ങനെ പാടില്ല. അത് അല്ലേ, ഹീ സെഡ് ഉണ്ടോ, അത് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വേണ്ടതാണ്. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് ഗോൺ ഉണ്ടോ, അവിടെ പാസ്റ്റ് പെർഫെക്റ്റാണ്, രണ്ടാമത്തോടെ പാസ്റ്റ് ടെൻസാണ്. ഓക്കെ, നോക്കിയേ, ഞാൻ എക്സാമ്പിൾ പറയാം, മനസ്സിലായല്ലോ. അതായത് മെയിൻ ക്ലോസിലെ വെർബ് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ എന്ത് ചെയ്യണം, സബോർഡിനേറ്റ് ക്ലോസിലെ ടെൻസുകളും പാസ്റ്റ് ടെൻസിലായിരിക്കണം. നമുക്കറിയാം മെയിൻ ക്ലോസിൻ്റെ കൂടെ ഒന്നോ അതിൽ കൂടുതൽ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിനെ ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, നോക്കിയാൽ സിമ്പിളായിട്ട് പറയാം. ഹി തിങ്സ് ദാറ്റ് ഇറ്റ് വിൽ റെയിൻ. എന്താ, മഴ പെയ്യുമെന്ന് അവൻ ചിന്തിക്കുന്നത്. മഴക്കാലമല്ലേ ഇപ്പം, ഇറ്റ് ക്യാൻ റെയിൻ അറ്റ് എനി മോമെൻറ്റ്. ഓക്കെ, അടുത്ത പാസ്റ്റ് ടെൻസ് ഉണ്ടോ, ഇവിടെ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇവിടെ നമുക്ക് സിമ്പിൾ ഫീച്ചർ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഇവിടെ ഹീ തോട്ട് ദാറ്റ് ഇറ്റ് വുഡ് റെയിൻ. തോട്ട് എന്നുള്ളത് എന്താ, തിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ്, ചിന്തിച്ചു. അപ്പം ഈ ദാറ്റ് ഇറ്റ് വുഡ് റെയിൻ ആണ് ഇതിലെ സബോർഡിനേറ്റ് ക്ലോസ്. ഇതിന് മുകളിലത്തെയൊക്കെ നമുക്കറിയാം സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടല്ലോ. വി ന്യൂ ദാറ്റ് ദ ഡാം വാസ് അൺസേഫ് എന്നുള്ള ഈ വരച്ചിരിക്കുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസുകൾ ഉണ്ടോ. പീപ്പിൾ ആർ അഫ്രൈഡ് ദാറ്റ് ഇറ്റ് വിൽ കൊളാപ്സ് വൺ ഡേ. ദാറ്റ് ഇറ്റ് വിൽ കൊളാപ്സ് വൺ ഡേ എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്. പീപ്പിൾ ആർ അഫ്രൈഡ് എന്നുള്ളത് മെയിൻ ക്ലോസ്. ദിസ് ഈസ് ദ ഡാം ദാറ്റ് വാസ് ബിൽറ്റ് 100 years ago. ദാറ്റ് വാസ് ബിൽറ്റ് 100 years ago എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസാണ്. അത് തന്നെ സ്ത്രീയത്തില്ല. ഈ ദിസ് ഈസ് എ ഡാം വേർഡ് ചേരുമ്പോഴാണ് അത് പൂർണ്ണ അർത്ഥമാകുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനിയും അടുത്തത്, ഷീ ഫൈൻഡ്സ് ദാറ്റ് ഷീ ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക്. അവൾക്ക് മനസ്സിലായി അവൾക്കൊരു തെറ്റ് പറ്റിയല്ലേ. തെറ്റ്, ടു എർ ഇസ് ഹ്യൂമൻ, ടു ഫർഗീവ് ഡിവൈൻ. ക്ലിയർ. അടുത്ത് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആകുമ്പോഴോ, ഷീ ഫൗണ്ട് ദാറ്റ് ഉണ്ടോ, ഫൗണ്ട് എന്നുള്ള പാസ്റ്റ് ടെൻസാണ്. ദാറ്റ് ഷീ ഹാഡ് മെയ്ഡ് എ മിസ്റ്റേക്ക് എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, അവിടെയും പാസ്റ്റ് ടെൻസ് ആൻഡ് ഇക്വലൻ്റ് പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചിരിക്കുക കേട്ടോ. ഇതൊരു റിപ്പോർട്ട് സ്പീച്ചാണ്, അത് രീതിയിലാണ് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. ഷീ ഹാസിൻ്റെ പാസ്റ്റ് ഫോമാണ്, ഇക്വലൻ്റ് പാസ്റ്റ് ഫോം എന്താ, ഹാസിൻ്റെ പാസ്റ്റ് ഫോമാണ് ഹാഡ്. അപ്പോൾ താമസിക്കേണ്ട, ഷീ ഫൗണ്ട് ദാറ്റ് ഷീ ഹാഡ് മെയ്ഡ് എ മിസ്റ്റേക്ക്. മൈ ഡിയർ ചിൽഡ്രൻ, I hope the sequence of tenses are very clear for you. You should study thoroughly about tenses and how to structure, how to write these sentences in the correct order and the sequence of tenses. Next day, I am going to teach you about conditional sentences or if clauses. They are very important and very sure to be asked in SSLC, higher secondary and also in PSC and other examinations. Thank you for watching.